ഹായ് ഫ്രണ്ട്സ്, മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞായറാഴ്ച രാവിലത്തെ വീഡിയോ ആട്ടോ. രാവിലെ അപ്പോൾ എന്താ പറയാനായിരുന്നു, വലുതായിട്ടൊന്നും ഞാൻ പാചകമൊന്നും ചെയ്തില്ല. അപ്പോൾ ഒരു കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്, പയറും അരിയൊക്കെ ഇട്ടൊരു കഞ്ഞി വെച്ചു. അപ്പോൾ അതിനൊരു ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കാന്താരി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടി, കാശ്മീരി മുളക് പൊടി വെച്ചിട്ടുണ്ട്. നല്ല മുളക് എരിയും പിന്നെ രണ്ടും ചേർത്ത് പൊടിച്ചാൽ കേട്ടോ. അപ്പോൾ നല്ല എരിക്ക് നല്ല കളറിനും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ അരകല്ല് വെച്ച് ഇത് ഒന്ന് ഒതുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പുളി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല പുളി, അതുകൊണ്ട് അരച്ചെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ കല്ലൊക്കെ ഉള്ള പുളിയാണെങ്കിൽ അറിയാമല്ലോ, നമ്മൾ വയറ്റിനകത്ത് കല്ലും മണ്ണുമൊക്കെ പോവും. അപ്പോൾ ഇത് നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്നവരടുത്ത് പറഞ്ഞൊക്കെ വാങ്ങിക്കുന്നതാണ് കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള തേങ്ങ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരുപാട് അരഞ്ഞങ്ങ് പേസ്റ്റാക്കി എടുത്ത ചമ്മന്തിക്കൊരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ എടുക്കുന്ന ചമ്മന്തി വേറെ ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതിങ്ങനെ എടുക്കുന്നതാണ് ഒരു രുചി. അപ്പോൾ ഞാൻ ആ ചമ്മന്തി അതെല്ലാം ഇതാക്കി എടുക്കുന്നുണ്ട്. തേങ്ങ എല്ലാം ആവശ്യത്തിനുള്ള തേങ്ങ നമുക്ക് അരച്ചതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ചമ്മന്തിയായിരുന്നു ഇതെന്താണെന്നറിയാമോ, മാങ്ങ ഇഞ്ചിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാങ്ങയുടെ മണമാണ്, പക്ഷേ പുളി കാണത്തില്ല. പക്ഷെ നല്ല പച്ചമാങ്ങയുടെ മണമാണ്. അപ്പോൾ ഈ ഇഞ്ചി ഞാൻ ആവശ്യത്തിനുള്ളത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്താ പറയുക, നമ്മൾ മാങ്ങ ഇല്ലെങ്കിലും മാങ്ങ കൂട്ടി ചമ്മന്തി ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. പുളി ആവശ്യത്തിന് വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അതിന് ശേഷം ചുമന്നുള്ളി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൽ നമുക്ക് വേണ്ടത് 1-2 തണ്ട് കറിവേപ്പില, പച്ച കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുത്ത് അരച്ചെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നല്ല എരിയും പുളിയും ഒക്കെ ഉള്ള നല്ല അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ചൂട് പയറും അരിയിട്ട് വെച്ച പയറ് കഞ്ഞി, ചൂട് കഞ്ഞിയുണ്ട്, ചുട്ട പപ്പടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നൊരു നാടൻ കാപ്പിക്കൊന്നും ഉണ്ടാക്കിയില്ല. രാവിലത്തെ നാടനൊരു പലഹാരം തന്നെ. പലഹാരമൊന്നുമല്ല, നമ്മൾ പണ്ടെല്ലാവരും ഇങ്ങനെയൊക്കെ അല്ലേ കഴിച്ച്, ഇപ്പോഴല്ലേ ഇതൊക്കെ വന്നേ. അന്നൊക്കെ ഞങ്ങളുടെയൊക്കെ കൊച്ചിലൊക്കെ ഇതൊക്കെ നമുക്ക് അമൃതമാണ് കേട്ടോ, എൻ്റെയൊക്കെ കൊച്ചിൽ. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾക്ക് ഇതൊക്കെ വലിയ ഇഷ്ടമുള്ള സാധനം. അപ്പോൾ ചമ്മന്തി നമ്മളിതുപോലെ അരച്ച് ഉരുട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കി നോക്കുക. അതുപോലെ ഈ ഇഞ്ചി കിട്ടുവാന്നൊന്ന് നട്ട് പിടിപ്പിക്കുക കേട്ടോ. ഞാനിപ്പോൾ പപ്പടം കനലിയിട്ട് ചുട്ടെടുക്കുന്ന ടേസ്റ്റ് കിട്ടത്തില്ല. നമ്മൾ സ്റ്റവയിൽ വെച്ച് ഇതുപോലെ നമുക്കിവിടെ അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥലമല്ലേ. അപ്പോൾ പപ്പടവും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിൽ നല്ല ചൂട് പയറും കരിയിട്ട് വെച്ച കഞ്ഞിയും നല്ല അടിപൊളി തേങ്ങാ ചമ്മന്തിയും നല്ല ചുട്ട ഒരു പപ്പടവും ഒരു കഷ്ണം നാരങ്ങ അച്ചാറും കൂടെ കൂട്ടിയാണ് ഇന്ന് രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോവല്ലേ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബായ്.